കേരളത്തിൽ അടുത്ത കാലത്ത് അക്രമങ്ങൾ കുറേയധികം കൂടിയിരിക്കുന്നു. കേരളത്തിലെ ഈ കൂടിയ അക്രമവാസനയുടെ കാരണമെന്ത്? അതിന് ഉത്തരവാദി ആര്? ഒന്ന്, കേരളത്തിൻ്റെ അക്രമങ്ങൾ നിയന്ത്രിക്കേണ്ട, അവസാനിപ്പിക്കേണ്ട പോലീസ് മന്ത്രി, മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണോ ബാക്കി എല്ലാവരും ഇപ്പോൾ പിന്തുടരുന്നത്? അതോ അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള വകുപ്പുകളുടെ വീഴ്ചയാണോ? രണ്ടു വിധത്തിൽ സംഭവിക്കാം. ഒന്ന്, അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും ഒക്കെ അല്ലെ അദ്ദേഹത്തിന് പറയുന്നതിലുമൊക്കെ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ വാളുകൾക്കിടയിൽ കൂടി അങ്ങനെ നടന്ന ആളാണ്, ഞാൻ പ്രത്യേക ആക്ഷൻ കാണിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരിക്കൽ അദ്ദേഹം ഒരു ആഡംബര ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അക്രമം നടന്നതിനെ ന്യായീകരിച്ച് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറയുന്നു. അതുപോലെ കാസർഗോഡ് 2 യുവാക്കളെ CPM-ൻ്റെ മുൻ MLA ഒക്കെ ഉൾപ്പെട്ട ഒരു കേസിൽ, കുത്തിക്കൊന്ന കേസിൽ, ആ പ്രതികൾക്ക് വേണ്ടിയിട്ട്, അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ നമ്മുടെ പൊതുപ്പണം മുടക്കി പോയ ഒരു സർക്കാരാണ് ഇദ്ദേഹം നേതൃത്വം നൽകുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ അക്രമവാസന കൂടിയത് ഈ അക്രമത്തെ പ്രത്യക്ഷമായും പരോക്ഷമായും നേരെ മുമ്പിൽ കണ്ട അക്രമം വരെ ന്യായീകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ സ്വഭാവം, സവിശേഷത എല്ലാവരും അങ്ങ് ഉൾക്കൊണ്ട് തുടങ്ങിയതാണോ എന്ന് ഒരു കാരണമാകാം. രണ്ടാമത്തേത്, അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിൻ്റെ വീഴ്ചയുമാകാം. കാരണം ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ക്രൈം പ്രിവെൻഷൻ ഇതൊക്കെ സർക്കാരിൻ്റെ പ്രഥമ കർത്തവ്യങ്ങളിൽപ്പെടുന്നതാണ്. അദ്ദേഹമാണ് ആ വകുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത്, പോലീസും മറ്റ് കാര്യങ്ങളുമൊക്കെ. അപ്പോൾ കേരളത്തിൽ അടുത്ത കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ഈ അക്രമം വളരെ വളരെ കൂടി വരുന്നു. ഇപ്പോൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു ആരോപണം, കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തിട്ടാണ് പീഡനമെന്ന് പറയുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ നെടുമ്പാശ്ശേരി അടുത്ത്, ആലുവ അടുത്ത് ഒരു യുവാവിനെ കാറിടിപ്പിച്ച് കൊന്നിരിക്കുന്നു. അവർ ഈ നാട്ടുകാരല്ല എങ്കിൽ കൂടി നടന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെ കാറിടിപ്പിച്ച് കൊന്നാൽ കുഴപ്പമൊന്നുമില്ല, അത് ഇവിടുത്തെ ഒരു നാട്ടുനടപ്പാണ് എന്ന് അവർ കരുതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്. കാരണം അതിന് വളരെ അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു സ്ത്രീയെ ഇതുപോലെ കാറിടിപ്പിച്ച് കൊന്നിട്ടുണ്ട്. കേരളത്തിൽ ഇതിനു മുമ്പ് മാരാരിക്കുളത്ത് ലോറി ഇടിച്ച് ആളെ കൊന്നിട്ടുണ്ട്. ഇതുപോലെ കാറിടിപ്പിച്ച് കൊല്ലുന്ന പല സംഭവങ്ങൾ കേരളത്തിൽ, കാറോ അല്ല വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ ഒരു വ്യവസായി തന്നെ ഒരു പാർക്കിങ്ങിൽ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡിനെ അന്ന് കാറിടിപ്പിച്ച് കൊന്ന ഒരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്, നാട്ടുനടപ്പാണ് എന്ന് പുറത്തുനിന്നുള്ളവരും കരുതുന്നുണ്ടാകാം. അതുപോലെ പാമ്പിനെ കൊണ്ട് കൊല്ലിക്കുക, ചുറ്റി കൊണ്ട് ഇടിച്ചു കൊല്ലുക, 51 വെട്ടി കൊല്ലുക, വാൾ കൊണ്ട് കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. പ്രവൃത്തികൾ മാത്രമല്ല, വാക്കുകൊണ്ടും ഇവിടെ അക്രമം കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു MLA ഏതോ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഭീഷണിപ്പെടുത്തി, അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും കൈ ചൂണ്ടി ഇങ്ങനെ അക്രമ സ്വഭാവം, ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അക്രമ സ്വഭാവമാണ്. ഈ നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ ഉള്ളൊരു കുറ്റം തന്നെയാണ് ഈ ഭീഷണിപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഒരു കുറ്റമാണ്, അക്രമമാണ്. അപ്പോൾ അത് വാക്കുകൊണ്ടുള്ളൊരു അക്രമമാണ്. ഇനി ചിന്ത കൊണ്ടുള്ള അക്രമം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം KK രാഗേഷ് എന്ന് പറയുന്ന ഒരു നേതാവ്, CPM-ൻ്റെ ഒരു നേതാവ്, കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവിനെ പറഞ്ഞത് അദ്ദേഹം ഒരു മൂട്ടയെ പോലെ ഉള്ള ആളാണ്, അതുകൊണ്ട് വടിവാള് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം വടിവാള് എന്ന് പറയുന്ന ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു നേതാവാണ് CPM-ലുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ ആ വാക്കിൽ നിന്ന് മനസ്സിലാവും. അതിൻ്റെ ചിന്ത അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ CPM-ലുള്ള അല്ല ഇപ്പോൾ ഭരണത്തിൻ്റെ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ ചിന്ത, വാക്ക്, പ്രവൃത്തി ഒക്കെ ഈ അക്രമവാസനയും അക്രമ സ്വഭാവവും ഉള്ളതാണ് എന്ന് നമുക്ക് ഈ പറഞ്ഞ അടുത്ത കാലത്ത് നടന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കേരളത്തിൽ കാറിടിപ്പിച്ച് കൊല്ലാം, വെട്ടിക്കൊല്ലാം, കുത്തിക്കൊല്ലാം, അല്ലെങ്കിൽ ആരെ പോയി ഭീഷണിപ്പെടുത്താം, എന്തൊക്കെ അക്രമങ്ങൾ കാണിച്ചാലും അതിനെ ന്യായീകരിക്കപ്പെടാമെന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ ഞങ്ങൾ ഒരു അക്രമത്തിൽ പ്രതിയായി കഴിഞ്ഞാൽ ഞങ്ങളെ രക്ഷിക്കാൻ, ഞങ്ങൾക്ക് പരിരക്ഷ നൽകാൻ ഞങ്ങൾ സ്വന്തം പാർട്ടിയിലാണെങ്കിൽ അതിനുള്ള ഒരു സർക്കാർ സംവിധാനം വരെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ സമൂഹത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ഭരണത്തിൻ്റെ വലിയ വലിയ വീഴ്ചയാണ്. അപ്പോൾ കേരളത്തിൽ ഈ അക്രമവാസന തീർച്ചയായിട്ടും കൂടിയിട്ടുണ്ട് എന്നുള്ള അടുത്ത കാലത്തെ നമ്മുടെ സമൂഹത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന എല്ലാ ജില്ലകളിലും നടക്കുന്ന കാര്യങ്ങൾ
കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ഇത് എല്ലാ ജില്ലകളിലും ഓരോരോ സംഭവങ്ങളുണ്ട്. ഏത് ദിവസം പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ അക്രമങ്ങളെ പറ്റി കാണാൻ പറ്റും. അത് പല വിധത്തിലുള്ള വൈവിധ്യമാർന്ന അക്രമങ്ങളാണ്. അത് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട് ഒക്കെയുള്ള അക്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് എല്ലാ ലെവലിലുമുള്ള അത് MLA മാർ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ MLA രക്ഷപ്പെട്ട് പോയേക്കാം. ചിലപ്പോൾ ഉദ്യോഗസ്ഥരാണ് കുറ്റക്കാരെന്നുള്ള ഒരു ഇതിലേക്ക് പിന്നീട് കേസിനെ ട്വിസ്റ്റ് ചെയ്തൊക്കെ മാറ്റാൻ മാത്രം പ്രാഗൽഭ്യമുള്ള ആളുകൾ നമ്മുടെ ഇവിടെയുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു വനിതാ വക്കീലിനെ വേറൊരു മെയിൽ വക്കീൽ ആക്രമിച്ച പരിക്കേറ്റ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ദൃശ്യ മീഡിയയിൽ കണ്ടു. അപ്പോൾ ഏത് ലെവലിലുമുള്ള ആൾക്കാർക്ക് ഈ അക്രമവാസന കൂടിയിട്ടില്ലേ എന്നുള്ളത് അടുത്ത കാലത്ത് നടക്കുന്ന ഈ ചില സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാകും. അത് നമ്മുടെ അക്രമം അവസാനിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു അക്രമവാസനയുടെ പ്രതിഫലനമാണോ അതോ അദ്ദേഹത്തിൻ്റെ വകുപ്പുകളുടെ വീഴ്ചയാണോ എന്ന് നിങ്ങൾ വിലയിരുത്തുക.